ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. നമ്മൾ ഇന്നൊരു കേര തലക്കറി വയ്ക്കാൻ പോകും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ചട്ടി എടുപ്പിച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ കറി വയ്ക്കാൻ പോകുന്നത് കേരയുടെ തലയാട്ടോ. എന്നിട്ട് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തായിട്ട് ഇതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നമ്മൾ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് നടുവേറിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കാണും. കണ്ടില്ലേ, കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില. ഞാൻ നേരത്തെ പറഞ്ഞ പേസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെപ്പറേറ്റ് പാത്രത്തിലായിട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് വെക്കണം കേട്ടോ. അത് കറിവേപ്പില ഇട്ടതിന് ശേഷം പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പേസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ സെപ്പറേറ്റ് ബൗളിൽ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന തല ഏതിട്ടായിരുന്നാലും നല്ലോണം ക്ലീൻ ചെയ്ത് നേരത്തെ തന്നെ വെക്കാം. അല്ലേ 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി പാക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ മുളക് 4 എടുത്തുകൊണ്ട് മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്താൽ മതി. അതൊരു സെപ്പറേറ്റ് പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ കൊടമ്പുളി, അതാണ് മെയിൻ കാര്യം. കൊടമ്പുളി നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. കൊടമ്പുളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മുടെ ചട്ടിലോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അതവിടെ കിടക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അല്ലേ, അതൊക്കെ ഒന്ന് ഒരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ അത് ചെയ്യുമ്പോഴത്തേക്കും അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ലോണം ഡ്രൈ ആവും. അധികം ഉള്ളിലുള്ള ഒരു വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം ഡ്രൈ ആവും. പിന്നെ പച്ചമുളകും അതിൻ്റെ കൂടി അരക്കണമെന്നില്ല. അത് നടുവേ കയറി പതിർത്തേന് ഇട്ടിട്ട് അതിൻ്റെ ഒത്ത് ഇട്ടാൽ മതി. പിന്നെ കുടംപുളിയൊക്കെ ഒന്ന് തിരുമ്മിയിട്ട് കുടംപുളിയുടെ വെള്ളം നല്ല പോണം അതിലേക്ക് ഒഴിക്കാം. ഉണ്ട്, കുടംപുളിയുടെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് ചാറിന് നല്ല ടേസ്റ്റ്. സോ ചാറിന് വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം വെള്ളം വേണം. അപ്പം അതൊക്കെ ഒന്ന് കുടംപുളിയുടെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പുളിവെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിട്ടൊന്ന് കൊടുക്കണം. അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മസാലയുടെ പതിൽ കുറച്ച് മസാലയാണ്, അത് നമ്മൾ അതിൽ കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി നല്ലോണം മിക്സ് ചെയ്ത് അതും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. കുറുകി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പുളി ഇടാൻ പോയപ്പോഴത്തേക്കും എൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് താഴോട്ട് പുളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിലിപ്പം 4 പാത്രം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഒഴിക്കാം. ഇതിലിപ്പം ഞങ്ങൾ 4 പാത്രം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 4 പാത്രം വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ 4.5 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ, നല്ല ചൂടത്തലേ കഴുകി വെച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ ചാറിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നത്. വേണ്ടേ, ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാൻ വേണ്ടി അടച്ച് നല്ലപോലെ തിളച്ചുള്ളത് നല്ല പൊങ്ങി പിന്നെ ഇതേക്ക് ഉപ്പ് നല്ല അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടി നല്ല ഇളക്കി കണ്ടേ.
നല്ല ഇളക്കി കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചോറ് നല്ല ടേസ്റ്റാക്കാം. അത് കിട്ടി ഇന്നിപ്പം നമ്മളിപ്പോൾ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം എരിവും പുളിയുമാണ്. പക്ഷെ നാളെ എടുക്കുകയാണെങ്കിൽ നല്ല പുളിയും ഉപ്പും എരിവൊക്കെ കാണും. പിന്നെ നമ്മുടെ തല വന്നിട്ടുണ്ട്. ഇനി ഈ തലയുടെ ഉള്ളിൽ കഴിക്കാൻ കടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വേണം. നല്ല തലയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ഫ്രഷ്. എന്നിട്ട് അത് ചാറിലോട്ട് തല ഒന്ന് നമുക്ക് വേണമെങ്കിൽ മൂങ്ങാത്തേൻ്റെ ഈ കണ്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചാറൊക്കെ അതിൻ്റെ പൊക്കത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ നല്ല ഇത് വേണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിടാൻ പോകുന്നതാണ് കുരുമുളക് പൊടി അത്യാവശ്യം കുഴപ്പമില്ല. എരിവ് മാനേജ് ചെയ്യും. എരിവ് കൂടുതൽ വേണം കുരുമുളക് പൊടി ഇങ്ങനെയുള്ള മുളക് പൊടി തന്നെ ഇട്ടാൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കണ്ണിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അത് ചാറിൽ മുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത്. അവസാനം നമ്മുടെ കേരക്കട്ട അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസമാണ് എടുത്ത് വെച്ച് വീഡിയോ. എനിക്ക് ഇന്നാണ് വോയിസോട് കൊടുത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയത്. നല്ല രീതിക്ക് തിളച്ചായിരുന്നുണ്ടോ. ഇതിങ്ങനെ തിളച്ച്